ഇന്ന് 1,04,120 പരിശോധനകളാണ് നടന്നത്. അതിൽ 12,246 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 166 പേർ മരണമടഞ്ഞിട്ടുണ്ട്. ആകെ ചികിത്സയിലുള്ളത് 1,12,361 പേരാണ്. കോവിഡ് രണ്ടാം തരംഗം ഏതാണ്ട് നിയന്ത്രണ വിധേയമായതിനെ തുടർന്ന് മെയ് 8 ആരംഭിച്ച ലോക്ക്ഡൗൺ ജൂൺ 16 മുതൽ ലഘൂകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏപ്രിൽ മാസം അവസാനത്തോടെ ആരംഭിച്ച രണ്ടാം തരംഗം മെയ് മാസത്തിൽ സംസ്ഥാനത്ത് വളരെ ശക്തമായി ജൂൺ ആദ്യത്തോടെ കുറഞ്ഞു തുടങ്ങി. എങ്കിലും ലോക്ക്ഡൗൺ പിൻവലിക്കാൻ പര്യാപ്തമായ തോതിലെത്തിയിരുന്നില്ല. ഇപ്പോൾ ആശ്വാസകരമായ സ്ഥിതി കൈവരിച്ചതുകൊണ്ടാണ് ലോക്ക്ഡൗൺ പൂർണ്ണമായിട്ടല്ലെങ്കിലും കൂടുതൽ ഇളവുകൾ അനുവദിച്ച് ലഘൂകരിക്കാൻ തീരുമാനിക്കുന്നത്. മെയ് 6 42,464 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഒരു ഘട്ടത്തിൽ മെയ് 15 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 27.8% ഉയർന്നിരുന്നു. പുതിയ കേസുകളുടെ എണ്ണം ഘട്ടം ഘട്ടമായി കുറഞ്ഞു വന്നു. ഇന്ന് 12,246 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ആക്റ്റീവ് കേസുകൾ മെയ് 15 4,45,334 ഇന്നത് 1,12,361 കുറഞ്ഞിട്ടുണ്ട്. കോവിഡ് രോഗികളെ ചികിത്സിക്കുന്നതിനായി വിവിധ തലങ്ങളിലുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി. അതുകൊണ്ട് ആരോഗ്യ സംവിധാനങ്ങൾക്ക് സമ്മർദ്ദത്തെ നല്ല രീതിയിൽ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉചിതമായ ചികിത്സ എല്ലാവർക്കും തന്നെ നൽകാൻ നമുക്ക് കഴിഞ്ഞു. ICU കിടക്കകളുടെ 63% മാത്രമാണ് ഉപയോഗിക്കേണ്ടി വന്നത്. വെന്റിലേറ്ററുകളിൽ 32% ഉപയോഗിച്ചത്. ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ബ്ലാക്ക് ഫംഗസ്, മ്യൂക്കർമൈക്കോസിസ്, ഈ രോഗം നിയന്ത്രണ വിധേയമായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നും ലഭ്യമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളിലെ ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.1%. തിരുവനന്തപുരം ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും TPR 15-ലും താഴെയെത്തി. ആലപ്പുഴ, കണ്ണൂർ, ഇടുക്കി, കോട്ടയം, കോഴിക്കോട് ഇത്രയും ജില്ലകളിൽ TPR 10%-ലും താഴെയായിരിക്കുന്നു. ജൂൺ 11, 12, 13 ദിവസങ്ങളിലെ ശരാശരി TPR അതിന് മുൻപുള്ള 3 ദിവസങ്ങളിലെ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ 8.26% കുറഞ്ഞതായി കാണാം.
സമാന ദിവസങ്ങളിലെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം പരിശോധിച്ചാൽ 7.45% കുറഞ്ഞിട്ടുണ്ട്. പുതിയ കേസുകളുടെ എണ്ണത്തിൽ 14.17% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിലെ തരംഗം പരിശോധിക്കുമ്പോൾ അടുത്ത ആഴ്ചയിൽ ഒരു ദിവസത്തെ കേസുകളുടെ എണ്ണത്തിൽ ഏറ്റവും വർധനവുണ്ടാകാൻ സാധ്യതയുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. 5% വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ 1% വർധനവും പ്രതീക്ഷിക്കുന്നു. മറ്റ് ജില്ലകളിലെല്ലാം കേസുകളുടെ എണ്ണം കുറയുമെന്നാണ് കരുതപ്പെടുന്നത്. സംസ്ഥാനത്ത് മൊത്തത്തിൽ ഒരു ദിവസത്തെ ശരാശരി കേസുകളുടെ എണ്ണത്തിൽ അടുത്ത ആഴ്ച 16% കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൂൺ 20-ന് 1,20,000-ഉം ജൂൺ 27 ആകുമ്പോഴേക്കും 95,000-വുമായി ആക്റ്റീവ് കേസുകളുടെ എണ്ണം കുറയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സംസ്ഥാനം മൊത്തമെടുത്താൽ രണ്ടാം തരംഗത്തിൻ്റെ നിയന്ത്രണം വലിയ തോതിൽ സാധ്യമായിട്ടുണ്ട്. എങ്കിലും നിരവധി പഞ്ചായത്തുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇത്തരം പഞ്ചായത്തുകളെ കണ്ടെത്തി അവയെ കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി തിരിച്ച് കർശനമായ നിയന്ത്രണങ്ങൾ ആ പഞ്ചായത്തുകളിൽ ഏർപ്പെടുത്തേണ്ടതായി വരും. ടെസ്റ്റ് പോസിറ്റിവിറ്റി അത്ര ഉയർന്നതല്ലെങ്കിലും അപകട സൂചന നൽകുന്ന പഞ്ചായത്തുകളിൽ ചില അധിക നിയന്ത്രണങ്ങളും വേണ്ടിവരും. തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലെ 7 ദിവസത്തെ ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8% വരെയാണെങ്കിൽ കുറഞ്ഞ വ്യാപനമുള്ളത് എന്നാണ് കണക്കാക്കുക. 8 മുതൽ 20 വരെ ശതമാനമാണെങ്കിൽ മിതമായ വ്യാപനമുള്ള പ്രദേശമായി കണക്കാക്കും. 20% മുകളിലാണെങ്കിൽ അതിവ്യാപന മേഖലയായി കണ്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. അതിൽ തന്നെ 30% കൂടുതലാണെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കടുത്ത രീതിയിൽ നടപ്പാക്കും. വ്യാവസായിക കാർഷിക മേഖലകളിലെ പ്രവർത്തനങ്ങൾ എല്ലാ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലും അനുവദിക്കും. ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് ഗതാഗതം അനുവദിക്കും. അവശ്യ വസ്തുക്കളുടെ കടകൾ എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ തിങ്കൾ മുതൽ വെള്ളി വരെ പ്രവർത്തനം അനുവദിക്കും. ജൂൺ 17 മുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് കമ്പനികൾ, കമ്മീഷനുകൾ, കോർപ്പറേഷനുകൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവയിൽ റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ 25% ജീവനക്കാരെ ഉൾക്കൊള്ളിച്ച് എല്ലാ ദിവസവും പ്രവർത്തനം അനുവദിക്കും. ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ നിലവിലുള്ളതുപോലെ റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ 50% വരെ ജീവനക്കാർക്ക് പ്രവർത്തിക്കാം. എല്ലാ ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്താകെ പൂർണ്ണ ലോക്ക്ഡൗൺ ആയിരിക്കും.
ജൂൺ 17 മുതൽ പൊതുഗതാഗതം മിതമായ രീതിയിൽ അനുവദിക്കും. ജൂൺ 17 മുതൽ ബാങ്കുകളുടെ പ്രവർത്തനം നിലവിലുള്ളതുപോലെ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ മാത്രമായി തുടരുകയാണ് ചെയ്യുക. വിവാഹങ്ങൾക്കും മരണാനന്തര ചടങ്ങുകൾക്കും നിലവിലുള്ളതുപോലെ 20 പേരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. മറ്റ് ആൾക്കൂട്ടങ്ങളോ പൊതുപരിപാടികളോ അനുവദിക്കില്ല. ഈ അളവുകൾ പൊതുവെ അനുവദിക്കുമ്പോൾ എല്ലാ മേഖലയും ഇളവാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാരണം രോഗവ്യാപനം പൂർണ്ണമായി ഒഴിവാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കൂടെ തന്നെ അതിവ്യാപന ശേഷിയുള്ള ഡെൽറ്റ വൈറസ് പോലുള്ള വൈറസുകളാണുള്ളത്. അപ്പോൾ അതിൻ്റെ വ്യാപനം തടയാൻ കഴിഞ്ഞാലാണ് മൂന്നാം തരംഗത്തെ തന്നെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുക. ഈ ഘട്ടത്തിൽ നാം കൂടുതൽ കരുതൽ കാണിക്കേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാന കാര്യം ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. പല രീതിയിൽ ചെറുതും വലുതുമായ ആൾക്കൂട്ടങ്ങൾക്ക് സാധ്യതയുള്ള സംസ്ഥാനമാണ് നമ്മുടെ നാട്. അപ്പോൾ അത്തരത്തിൽ ആൾക്കൂട്ടങ്ങളെ സംഘടിപ്പിക്കുന്ന എല്ലാവരും ഈ സ്ഥിതിവിശേഷത്തിൻ്റെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ച് ദിവസം കൂടി പൂർണ്ണമായി സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാ അഖിലേന്ത്യാ സംസ്ഥാനതല പൊതുപരീക്ഷകളും അനുവദിക്കും. അതിൽ ഈ സ്പോർട്സ് സെലക്ഷൻ ട്രയൽസ് ഉൾപ്പെടെയാണ് അനുവദിക്കുക. റെസ്റ്റോറൻറ്റുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവാദമുണ്ടാകില്ല. പക്ഷേ ഹോം ഡെലിവറിയും ടേക്ക് എവേ സംവിധാനവും തുടരും. വിനോദസഞ്ചാരം, വിനോദ പരിപാടികൾ, ആളുകൾ കൂടുന്ന ഇൻഡോർ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ അനുവദിക്കില്ല. ഈ ഗണത്തിൽ മാളുകളും പെടും. ഈ ഘട്ടത്തിൽ മാളുകളും പ്രവർത്തിക്കാൻ പറ്റില്ല. എല്ലാ ബുധനാഴ്ചയും ആ ആഴ്ചയിലെ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളുടെ 7 ദിവസത്തെ ശരാശരി വ്യാപനത്തോത് അവലോകനം ചെയ്യും. ഓരോ തദ്ദേശ സ്വയംഭരണ പ്രദേശവും ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നുവെന്നത് ജില്ലാ ഭരണ സംവിധാനങ്ങൾ അതിൻ്റെ ഭാഗമായി പരസ്യപ്പെടുത്തും. കോവിഡ് വ്യാപനത്തോത് അനുസരിച്ച് ആരോഗ്യവകുപ്പ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പരിശോധനയ്ക്ക് ടാർഗറ്റ് നൽകും. ഓരോ വീട്ടിലും ആദ്യം ടെസ്റ്റ് പോസിറ്റീവ് ആകുന്ന വ്യക്തി കഴിയുന്നതും CFLTCയിലോ കരുതൽവാസ കേന്ദ്രത്തിലോ ക്വാറന്റൈൻ ചെയ്യേണ്ടതാണ്. വീടുകളിൽ വേണ്ടത്ര സൗകര്യമുള്ളവർ, ഉപകരണങ്ങൾ ഉൾപ്പെടെ അങ്ങനെയുള്ളവർ മാത്രമേ വീടുകളിൽ പാടുള്ളൂ. ഇത് വീട്ടിലുള്ള മറ്റുള്ളവരുടെയും സുരക്ഷയ്ക്ക് ആവശ്യമാണ് എന്ന് കാണണം. പരസ്പര സമ്പർക്കമില്ലാത്ത തരത്തിലുള്ള ഔട്ട്ഡോർ സ്പോർട്സ് അനുവദിക്കുന്നതാണ്. ബെവ്കോ ഔട്ട്ലെറ്റുകൾ, ബാറുകൾ രാവിലെ 9 മുതൽ വൈകുന്നേരം 7 വരെ പ്രവർത്തിക്കാൻ അനുവദിക്കും. ആപ്പ് മുഖാന്തരം സ്ലോട്ടുകൾ ബുക്ക് ചെയ്യുന്ന സംവിധാനത്തിലായിരിക്കും പ്രവർത്തനം.
ഇതിൻ്റെ മുന്നിൽ ആൾക്കൂട്ടമുണ്ടാകാതിരിക്കാനുള്ള കരുതൽ സ്വീകരിക്കേണ്ടതാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8% വരെയുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ എല്ലാ കടകളും രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെ പ്രവർത്തനം അനുവദിക്കും. അവിടെ ജീവനക്കാർ 50% വരെ മതിയാകും. അതേപോലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം 50% ജീവനക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജൂൺ 17 മുതൽ ഈ തദ്ദേശഭരണ സ്ഥാപനാതിർത്തിയിൽ അനുവദിക്കും. അടുത്ത ഗണം 8 മുതൽ 20% വരെയുള്ളതാണ്. അപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8 മുതൽ 20% വരെയുള്ള തദ്ദേശഭരണ പ്രദേശങ്ങളിൽ അവശ്യ വസ്തുക്കളുടെ കടകൾ രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെ പ്രവർത്തനം അനുവദിക്കും. മറ്റ് കടകൾ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെ പ്രവർത്തനം അനുവദിക്കും. 50% വരെ ജീവനക്കാരെ ഉൾപ്പെടുത്തി. ജൂൺ 17 മുതൽ 50% വരെ ജീവനക്കാരെ ഉൾപ്പെടുത്തി സ്വകാര്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം തിങ്കൾ, ബുധൻ, വെള്ളി അനുവദിക്കും. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20% മുകളിലുള്ള അതിവ്യാപന പ്രദേശങ്ങളിൽ അവശ്യ വസ്തുക്കളുടെ കടകൾ മാത്രം രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെ അനുവദിക്കും. മറ്റ് കടകൾ വെള്ളിയാഴ്ച മാത്രം രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെ അനുവദിക്കും. 50% ജീവനക്കാരെയാണ് അവിടെ അനുവദിക്കുക. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30%-ൽ കൂടുതലുള്ള തദ്ദേശഭരണ സ്ഥാപന പരിധിയിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ് നടപ്പാക്കുക. TPR നിരക്ക് 20-നും 30-നും ഇടയിലുള്ളിടത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ. TPR നിരക്ക് 8-നും 20-നും ഇടയിലുള്ള പ്രദേശങ്ങളിൽ ഭാഗിക ലോക്ക്ഡൗൺ. TPR നിരക്ക് 8-ൽ താഴെയുള്ള സ്ഥലങ്ങളിൽ നിയന്ത്രണങ്ങൾ പാലിച്ച് സാധാരണ പ്രവർത്തനം. ഇതാണ് നടപ്പാക്കാൻ പോകുന്ന രീതി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8%-ന് താഴെ നിൽക്കുന്ന 147 തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. ഇന്നത്തെ കണക്കാണിത്. 8-നും 20-നും ഇടയിലുള്ളത് 716 തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ്. 20-നും 30-നും ഇടയിലുള്ളത് 146 തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ്. 30-ന് മുകളിൽ TPR ഉള്ളത് 25 ഇടങ്ങളിലാണ്. പരിശോധനകളുടെ എണ്ണത്തിലും രോഗബാധ കൂടുതൽ ഉള്ളിടങ്ങളിൽ വലിയ തോതിൽ വർധനവ് വരുത്തും. അതിൽ 8 മുതൽ 20 വരെ ഉള്ളിടത്ത് 3 മടങ്ങ് പരിശോധനയുണ്ടാകും. 20-ന് മുകളിലായാൽ 6 മടങ്ങ് പരിശോധനയുണ്ടാകും. 30-ന് മുകളിലായാൽ 8 മടങ്ങ് മുതൽ 10 മടങ്ങ് വരെ പരിശോധനയുണ്ടാകും. ജനങ്ങൾ ഒട്ടേറെ കഷ്ടപ്പാടും ത്യാഗവും സഹിച്ച്
സർക്കാർ നടപടികളോട് ആത്മാർത്ഥമായി പൂർണ്ണമായി സഹകരിച്ചതുകൊണ്ട് മാത്രമാണ് രണ്ടാം തരംഗത്തെ നിയന്ത്രിക്കുന്നതിൽ നമുക്ക് വലിയൊരു പരിധിവരെ വിജയിക്കാൻ കഴിഞ്ഞത്. കോവിഡ് പോലുള്ള ഒരു മഹാമാരിയെ നേരിടുമ്പോൾ മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ടാണ് ലോക്ക്ഡൗൺ പോലുള്ള കടുത്ത നടപടി സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതമായത്. എന്നാൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കഴിവതും ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ജനങ്ങളോടൊപ്പം എല്ലായ്പ്പോഴും സർക്കാർ ഉണ്ടാവുമെന്ന് ആവർത്തിച്ച് ഉറപ്പ് നൽകുകയാണ്. ലോക്ക്ഡൗൺ ലഘൂകരിക്കുമ്പോൾ കടകമ്പോളങ്ങളിൽ തിരക്കൊഴിവാക്കാൻ ജനങ്ങളും ശ്രദ്ധിക്കണം, കടയുടമകളും പ്രത്യേകമായി ശ്രദ്ധിക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിവ്യാപന ശേഷിയുള്ള ഡെൽറ്റ വൈറസ് ചെറിയ ആൾക്കൂട്ടത്തിൽ പോലും വലിയ തോതിൽ വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ശരീരദൂരം പാലിക്കുന്നതിൽ ജനങ്ങളെ ക്രമീകരിച്ചും മറ്റും എല്ലാവരും ആൾക്കൂട്ട സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആൾക്കൂട്ടങ്ങൾ ആവശ്യമുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ ഈ സ്ഥിതിവിശേഷത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി എല്ലാവരും നിയന്ത്രിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. മൂന്നാം തരംഗം തടഞ്ഞ് ഇനിയൊരു ലോക്ക്ഡൗണിൻ്റെ ആവശ്യം ഇല്ലാതാക്കുക എന്നതാവണം നമ്മുടെ ലക്ഷ്യം. അതിനായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. കോവിഡ് വാക്സിൻ ലഭ്യമാകുന്ന മുറക്ക് വാക്സിനേഷൻ ത്വരിതഗതിയിലാക്കാനാണ് സർക്കാർ ശ്രമിച്ചു വരുന്നത്. ഇതിനകം 34% പേർക്ക് ആദ്യ ഡോസ് വാക്സിൻ നൽകിക്കഴിഞ്ഞു. 9% പേർക്ക് 2 ഡോസും നൽകിയിട്ടുണ്ട്. 40 വയസ്സിന് മുകളിലുള്ളവർക്കെല്ലാം ജൂലൈ 15 ആദ്യ ഡോസ് വാക്സിൻ നൽകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. രണ്ടാം തരംഗം ഉയരാനായി തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ ലോക്ക്ഡൗണിലേക്ക് പോയ അപൂർവ പ്രദേശങ്ങളിലൊന്നായിരുന്നു കേരളം. അതുകൊണ്ട് രോഗവ്യാപനം നിയന്ത്രണാതീതമാകാതെ നോക്കാനും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ഉൾക്കൊള്ളാനാകും വിധത്തിൽ രോഗികളുടെ എണ്ണം പിടിച്ചു നിർത്താനും സാധിച്ചു. ഇതിൻ്റെ മറ്റൊരു വശം നാം കാണണം. അത് രോഗബാധയുണ്ടാകാത്ത, അതായത് രോഗികളാകാൻ സാധ്യതയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ ഇനിയും ഉണ്ടാകും എന്നതാണ്. ലോക്ക്ഡൗൺ ലഘൂകരിക്കുന്ന വേളയിൽ അവരിൽ പലർക്കും രോഗം പിടിപെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാം തരംഗമുണ്ടായ ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളേക്കാൾ കൂടുതൽ സമയം ഇവിടെ അത് നീണ്ടു നിൽക്കാം. അതായത് ഈ രണ്ടാം തരംഗം നീണ്ടു നിൽക്കാം.
അവിടങ്ങളിൽ രോഗം അതിവേഗം ഉയരുകയും വലിയ നാശം വിതച്ചതിന് ശേഷം പെട്ടെന്ന് താഴുകയുമാണ് ചെയ്തത്. കാരണം മഹാഭൂരിഭാഗം ആളുകൾക്കും രോഗബാധ ഉണ്ടായതിനു ശേഷം താഴോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ നടന്നത് നാം ഓർക്കണം. ഇവിടെ നമ്മൾ രോഗം ഉച്ചസ്ഥായിയിലെത്തുന്നത് ദീർഘിപ്പിച്ചു. അതിൻ്റെ വ്യാപനത്തോത് താഴ്ത്തി നിർത്തി. ഇത്തരമൊരു സ്ഥിതിവിശേഷത്തിൻ്റെ ഭാഗമായി മറ്റിടങ്ങളെ അപേക്ഷിച്ച് മരണങ്ങളുടെ എണ്ണവും നിരക്കും കുറച്ച് നിർത്താൻ നമുക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ടാം തരംഗം മറ്റിടങ്ങളേക്കാൾ നീണ്ടു നിൽക്കുമെന്നത് സ്വാഭാവികം മാത്രമാണ്. നിലവിൽ ലോകത്തൊരിടത്തും കോവിഡിനെ പരിപൂർണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. പകരം ഒരു പ്രദേശത്തെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ അതിനെ പിടിച്ചു നിർത്തുക എന്നതാണ് ചെയ്യാനുള്ളത്. അതാണ് തുടക്കം മുതൽ നമ്മുടെ കേരളം സ്വീകരിച്ചു വന്ന നിലപാട്. നമുക്ക് രോഗനിയന്ത്രണത്തിൽ വലിയ മാറ്റം സാധ്യമായിട്ടുണ്ട്. അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. എറണാകുളം ജില്ലയിലെ ചെല്ലാനത്തിൻ്റേത് ഒരു മികച്ച മാതൃകയാണ്. 70% TPR ഉയർന്ന ചെല്ലാനത്ത് ഫലപ്രദമായ പ്രതിരോധത്തിലൂടെ 16.8% താഴ്ത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. 45 വയസ്സിന് മുകളിലുള്ളവർക്ക് സമ്പൂർണ്ണ വാക്സിനേഷൻ നടത്തിയതുൾപ്പെടെ ബഹുതല ഇടപെടലിലൂടെയാണ് ഇത്തരമൊരു സ്ഥിതിവിശേഷം കൈവരിക്കാൻ സാധിച്ചത്. രോഗികളുടെ എണ്ണത്തിൽ മുൻനിരയിലാണല്ലോ തിരുവനന്തപുരം. ഈ തിരുവനന്തപുരം ജില്ലയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇപ്പോൾ കുറയുന്നുണ്ട്. 14.2% ജൂൺ 14 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 28 പഞ്ചായത്തുകളിലാണ് കോവിഡ് വ്യാപനം രൂക്ഷം. ഇവിടങ്ങളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 25% മുകളിലാണ്. ഈ പഞ്ചായത്തുകൾ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി പ്രഖ്യാപിച്ച് നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. വല്ലാതെ വ്യാപനമുള്ള പഞ്ചായത്തുകൾ പ്രത്യേകം കണ്ടെത്തും. ഗ്രാമീണ മേഖലയിൽ കോവിഡ് വ്യാപനം തടയുന്നതിനായി പരിശോധന ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുള്ള പഞ്ചായത്ത് പരിധിയിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രതിദിനം കുറഞ്ഞത് 100 പേരെയെങ്കിലും പരിശോധനയ്ക്ക് വിധേയരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് ജില്ലയിൽ സ്വീകരിച്ച നടപടിയാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഇന്ന് തീരുമാനിച്ച പൊതുവായ സമീപനത്തിൻ്റെ ഭാഗമായി വലിയ വ്യാപനമുള്ള സ്ഥലത്ത് 10 ഇരട്ടി വരെയുള്ള ടെസ്റ്റ് നടക്കുന്ന നിലയുണ്ടാകും. ജില്ലയിലെ
വൃദ്ധസദനങ്ങളിൽ 100% പേർക്കും വാക്സിൻ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. 66 വൃദ്ധസദനങ്ങളിലെ 1591 അന്തേവാസികൾക്ക് 1 ഡോസ് വാക്സിൻ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ 332 പേർ 2 ഡോസും സ്വീകരിച്ചവരാണ്. കിടപ്പ് രോഗികൾക്കുള്ള വാക്സിനേഷനും പുരോഗമിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ചില വാക്സിനേഷൻ സെൻ്ററുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന പരാതി ഉയർന്നിട്ടുണ്ട്. അത് പരിശോധിച്ച് പരിഹരിക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ പ്രിൻറ്റിംഗ് പ്രസ്സുകൾ അവയുടെ പ്രവർത്തനം അനുവദിക്കുന്നതാണ്. രജിസ്ട്രേഷൻ, ആധാരമെഴുത്ത് ഓഫീസുകൾ ഇവയുടെ പ്രവർത്തനവും ഭാഗികമായി അനുവദിക്കുന്നതാണ്. ലോട്ടറി മേഖലയിലെ പ്രതിസന്ധി രൂക്ഷമാണ്. പുതിയ സാഹചര്യത്തിൽ ലോട്ടറി വിൽപ്പനയും അനുവദിക്കുന്നത് പരിഗണിക്കും. രോഗവ്യാപനത്തിൻ്റെയും പുനർരോഗബാധയുടെയും മറ്റും സ്വഭാവം പഠനവിധേയമാക്കും. മരണ സർട്ടിഫിക്കറ്റുകൾ നൽകുമ്പോൾ വിലാസത്തിലും പേരിലും പിശക് വരരുത് എന്ന് പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പേരുകൾ മാറിപ്പോകുന്നത്, വീട്ടുപേര് മാറിപ്പോകുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് പരിഹരിക്കാനുള്ളൊരു മാർഗം മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ ഒരു ഫോറം പൂരിപ്പിച്ച് നൽകലാണ്. അപ്പോൾ പേരോ വിലാസമോ മാറിപ്പോകാതിരിക്കും. അപ്പം അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോക്ക്ഡൗൺ മേഖലകളിൽ നിന്ന് പരീക്ഷയ്ക്ക് പോകേണ്ട വിദ്യാർത്ഥികളുണ്ടാകും. അപ്പോൾ ആ വിദ്യാർത്ഥികളുടെ കാര്യം പ്രത്യേകം പരിഗണിച്ച് അനുമതി നൽകുന്നതാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖല അത് പൂർണ്ണമായും സജ്ജമാവുക എന്നത് ഏറ്റവും ഒഴിച്ചുകൂടാത്ത കാര്യമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യഘട്ടമെന്ന നിലക്ക് മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലുള്ള വിദ്യാർത്ഥികളടക്കമുള്ളവരെ പൂർണ്ണമായും വാക്സിനേറ്റ് ചെയ്യുക എന്നതാണ്. കോവിഡ് 2ാം തരംഗം കുറഞ്ഞു വരുന്നു എന്നതുകൊണ്ട് നാം അലംഭാവം കാണിക്കാൻ പാടില്ല. നമ്മുടെ ജാഗ്രത ശരിയായ രീതിയിൽ തന്നെ തുടരേണ്ടതാണ്. പൊതുസ്ഥലങ്ങളിൽ കർശനമായി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണം. വീട്ടിലും ഓഫീസിലും ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ആവർത്തിച്ച് പറയുന്നത് വലിയ ആൾക്കൂട്ടത്തിൽ മാത്രമല്ല, കുറച്ച് പേരുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ വ്യാപന ശേഷി വലിയ കൂടുതലാണ്. കുടുംബത്തിലെ ഒരംഗത്തിൽ നിന്നും മറ്റുള്ളവരിലേക്ക് കോവിഡ് പകരുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. വീട്ടിൽ സൗകര്യമില്ലാത്തവരെ കോവിഡ് കെയർ സെൻ്ററുകളിലേക്ക് മാറ്റേണ്ടതായുണ്ട്. മരണം കൂടുന്നതിനാൽ പ്രായമായവർ, ഗുരുതര രോഗമുള്ളവർ, ഇത്തരത്തിലുള്ള ഹൈ റിസ്ക് വിഭാഗത്തെ കേന്ദ്രീകരിച്ച് പ്രത്യേക അവബോധം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ളവരുടെ വീടുകളിൽ കോവിഡ് പോസിറ്റീവായാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാനത്തെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ
മികവാർന്ന പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. ഈ ഘട്ടത്തിൽ കൂടുതൽ ശ്രദ്ധയോടെ ആ പ്രവർത്തനങ്ങൾ തുടരേണ്ടതാണ് എന്നുകൂടി അഭ്യർത്ഥിക്കട്ടെ. ചില ഓഫീസുകളിൽ ജീവനക്കാർക്ക് കൂട്ടമായി കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓഫീസുകൾ ക്ലസ്റ്ററുകളാകാതിരിക്കാൻ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണം. അതിലേറ്റവും പ്രധാനം ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൂട്ടമായി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലമാണ് സാധാരണ. അത് ഈ ഘട്ടത്തിൽ ഒഴിവാക്കണം. എല്ലാവരും ഓഫീസുകൾക്കുള്ളിലും മാസ്ക് ധരിക്കണം. ഇടയ്ക്കിടയ്ക്ക് കൈകൾ സാനിറ്റൈസ് ചെയ്യണം. എന്തെങ്കിലും രോഗലക്ഷണമുള്ളവർ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ്. അതോടൊപ്പം കുറേ നാളുകൾ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന മാനസിക സംഘർഷം അപൂർവം ചില വീടുകളിലെങ്കിലും വല്ലാത്തൊരു അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട്. അത് കണ്ടറിഞ്ഞ് ആവശ്യമായ കൗൺസിലിംഗ് അടക്കം നടത്താൻ തയ്യാറാവുകയും വേണം. വീടിൻ്റെ അന്തരീക്ഷം മാറിപ്പോകാതിരിക്കാൻ പൊതുവെ കൂട്ടായി ശ്രദ്ധിക്കുന്ന നില സ്വീകരിക്കണം. മൂന്നാം തരംഗവുമായി ബന്ധപ്പെട്ട് കുറേ അബദ്ധധാരണകൾ നാട്ടിൽ പരക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികളെ വലിയ തോതിൽ ബാധിക്കുമെന്ന ഭീതിയാണ്. ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. എങ്കിലും ഭീതിയിലുള്ളവർ ഇപ്പോഴും അത് നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്. അത്തരത്തിൽ ഭീതി പുലർത്തേണ്ട സാഹചര്യമില്ല. രോഗബാധയുടെ കാര്യത്തിൽ ആപേക്ഷികമായ വർധനവ് മാത്രമാണ് കുട്ടികൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. അതോടൊപ്പം സർക്കാർ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. രോഗവുമായി ബന്ധപ്പെട്ട് അറിവ് നേടാൻ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും മറ്റും പരക്കുന്ന അശാസ്ത്രീയവും വാസ്തവവിരുദ്ധവുമായ സന്ദേശങ്ങളെ ആശ്രയിക്കാൻ പാടില്ല. കാരണം അത് ഓരോരുത്തരുടെ മനോഗതിക്കനുസരിച്ച് തോന്നിയ പോലെ എഴുതി വിടുകയാണ്. അതിനു പകരം നമ്മുടെ കേന്ദ്ര സംസ്ഥാന ആരോഗ്യ വകുപ്പുകളുണ്ട്, ലോകാരോഗ്യ സംഘടനയുണ്ട്. ഇവരെല്ലാം ഓരോ ഘട്ടത്തിലും ഇതിനെക്കുറിച്ച് ശരിയായ അവബോധം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉത്തരവാദപ്പെട്ട സർക്കാർ ഏജൻസികൾ, സർക്കാർ ഇതര ഏജൻസികളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏജൻസികളെ മാത്രമേ ആശ്രയിക്കാവൂ. അവരുടെ വിവരങ്ങളാണ് ആധികാരികമായിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതോടൊപ്പം അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം, ഇക്കാര്യത്തിൽ മാധ്യമങ്ങളും നല്ല പങ്ക് വഹിക്കേണ്ടതായിട്ടുണ്ട്. അതായത് സെൻസേഷണലിസത്തിന് പുറകെ പോകാതെയുള്ള മാതൃകാപരമായ റിപ്പോർട്ടിംഗ് രീതി അവലംബിക്കാൻ എല്ലാ മാധ്യമങ്ങളും ശ്രദ്ധിക്കണമെന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. പൊതുവിൽ രോഗപ്രതിരോധ കാര്യത്തിൽ
പ്രധാന മാധ്യമങ്ങളൊക്കെ അത്തരമൊരു നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലർ തെറ്റായ ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ബോധപൂർവം ശ്രമിക്കുമ്പോൾ പ്രധാന മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം, സമൂഹത്തോടുള്ള പ്രതിബദ്ധത കൂടുതലായി ഉയരുകയാണ് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മൂന്നാം തരംഗം മുൻകൂട്ടി അറിയുക എന്നത് അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇവിടെ നിലവിൽ രോഗനിരീക്ഷണം കാര്യക്ഷമമായി നടത്തുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. പക്ഷേ പുതിയ പശ്ചാത്തലത്തിൽ നിരീക്ഷണ സംവിധാനങ്ങളെ കൂടുതൽ ശാക്തീകരിക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ സ്വീകരിക്കും. ജനിതക വ്യതിയാനമുള്ള വൈറസുകളെ കണ്ടെത്താനുള്ള പഠനങ്ങളും കൂടുതൽ വിപുലീകരിക്കും. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത 8329 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 4846 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. പിഴയായി 38,32,470 രൂപയാണ് ഈ കഴിഞ്ഞ ദിവസം ഈടാക്കിയത്. നമ്മുടെ സംസ്ഥാനത്ത് സഹായമെന്ന നിലയിൽ മലപ്പുറം മങ്കട PT സഹോദരങ്ങളുടെയും ജില്ലാ ഭരണ സംവിധാനത്തിൻ്റെയും ശോഭനമായി 20 ലക്ഷം രൂപയുടെ ഓക്സിജൻ സിലിണ്ടറുകൾ ജില്ലയിൽ എത്തിച്ചിട്ടുണ്ട്. കേരള മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവാസി ഘടകം ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ 5000 കോവിഡ് വാക്സിൻ ആവശ്യമായ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിട്ടുണ്ട്. കെയർ ഫോർ കേരള പദ്ധതിയുടെ ഭാഗമായി വയനാട് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കുമെന്ന് അവർ അറിയിച്ചിട്ടുമുണ്ട്. കേരള സംസ്ഥാന ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ 12 ലക്ഷം രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. എറണാകുളം ജില്ലാ പോലീസ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി 10 ലക്ഷം. കിഴുവിലം സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ വീതം ഉൾപ്പെടെ 8,02,000. കണ്ണൂർ ജില്ലാ ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് സഹകരണ സംഘം 5 ലക്ഷം. LBS സ്റ്റാഫ് യൂണിയൻ സ്റ്റേറ്റ് കമ്മിറ്റി 2,27,500. കോഴിക്കോട് കിനാശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ 2,07,111. കേരള സ്റ്റേറ്റ് എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി 2 ലക്ഷം. ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ CPIM കൗൺസിലർമാരുടെ ഒരു മാസത്തെ ഓണറേറിയവും ആക്രി സാധനങ്ങൾ ശേഖരിച്ച് വിറ്റ് കിട്ടിയ തുകയും ഉൾപ്പെടെ 1,61,800 രൂപ. കേരള സ്റ്റേറ്റ് മൈനോറിറ്റി വെൽഫെയർ കോൺട്രാക്ട് എംപ്ലോയീസ് യൂണിയൻ ആദ്യ ഗഡു 1,50,000. കേരള ഗവൺമെൻറ് കോമൺ പൂൾ ലൈബ്രറിയൻസ് യൂണിയൻ 1,50,000. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കേരള റീജിയൻ 1,51,500. കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് സമാഹരിച്ച 1,40,743 രൂപ. അന്തിയൂർ സർവീസ് സഹകരണ ബാങ്ക് 1,16,000 രൂപ. ഓൾ ഇന്ത്യ ജനറൽ ഇൻഷുറൻസ് SC/ST എംപ്ലോയീസ് പരിഷത്ത് ജയമൂർത്തി കേരള ഘടകം 1,15,000.
KAP 4-ാം ബറ്റാലിയൻ മങ്ങാട്ടുപറമ്പ് 1984 ബാച്ച് DND കമ്പനി 1 ലക്ഷം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് ഫെഡറേഷൻ 1 ലക്ഷം. നെടുമ്പം ഗ്രാമപഞ്ചായത്ത് 1 ലക്ഷം. കേരള കേബിൾ TV ഫെഡറേഷൻ ആലുവ മേഖല 1 ലക്ഷം. കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി 30 ലക്ഷം രൂപയായിരുന്നു നൽകിയത്. അത് കഴിഞ്ഞ ദിവസം പറയുമ്പോൾ 10 ലക്ഷമെന്നായിപ്പോയിട്ടുണ്ട്. അപ്പോൾ 30 ലക്ഷമാണ് അവർ നൽകിയത്. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്.